നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ അശോക്. വൈപ്പിൻ ഞാറക്കലടുത്ത് വെളിയത്തമ്പറമ്പ് ഡോക്ടർ ഹർഷാസ് ഹോമിയോപ്പതിക് വെൽനസ് സെന്ററിൽ ഹോമിയോപ്പതിക് ഡോക്ടർ ആൻഡ് ന്യൂട്രീഷൻ കൗൺസിലർ ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന്. സമീകൃത ആഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളിൽ പോഷകങ്ങളും അതുപോലെ തന്നെ പോഷകാംശങ്ങളല്ലാത്ത അഡിറ്റീവ്സ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ്, അതുപോലെ ഫ്ലേവറിങ് ഏജൻസ്, കളറിങ് ഏജൻസ്, അങ്ങനെ പലതും ഉണ്ടാവും. അതിലെ പോഷകങ്ങളെ പ്രധാനമായിട്ടും 5 പോഷകങ്ങളായിട്ട് നമുക്ക് പറയാം. മാക്രോ ന്യൂട്രിയന്റുകളും അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റുകളും. മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു നല്ല ആരോഗ്യം, മികച്ച ആരോഗ്യത്തിനായിട്ട് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള അളവിൽ കിട്ടേണ്ട പോഷകങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ ചെറിയ അളവിൽ പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഉത്തമമായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയും മാക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എന്നിവയാണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് ജലാംശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരീരത്തിലെ 70% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനെ കൃത്യമായ രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മികച്ച ആരോഗ്യത്തിന് വളരെ അനിവാര്യമായിട്ട് ഒന്നാണ്. അതുകൂടാതെ ഇനി നമ്മൾ പറയുന്നത് ഈ പലതരത്തിലുള്ള ഫുഡ് ഗ്രൂപ്പ്സ്, ഇപ്പോൾ പറഞ്ഞ ഈ 5 പോഷകങ്ങളെ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയെയാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ ചെലുത്താറില്ല. കഴിക്കുന്ന ആഹാരത്തിൽ ചിലപ്പോൾ 1-2 ന്യൂട്രിയന്റ് മാത്രം അടങ്ങിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ അളവ് വളരെ കൂടുതലും ബാക്കിയുള്ള പോഷകങ്ങൾ വളരെ മിനിമത്തിലോ അല്ലെങ്കിൽ പലപ്പോഴും ഒഴിവാക്കാറ് പോലുമുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും ടീനേജിലുള്ള കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഒരു വ്യക്തി ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു പോഷകം തന്നെ പല രീതിയിൽ 2-3 തരത്തിലുള്ള ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് ബോഡിയുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം, അതില് ശരീരത്തിന് ഊർജം കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റും ഫാറ്റിൽ നിന്നാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്. കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് നമ്മുടെ ശരീരം ഊർജത്തിനായി പ്രധാനമായി ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഘടകം നമ്മുടെ ശരീരത്തിന്റെ റെഗുലേറ്ററി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ്, രണ്ടും റെഗുലേറ്ററി ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ശരീരത്തിലെ ഓരോ മെറ്റബോളിസവും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള ഗ്രോത്ത്, വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ പ്രായം ചെല്ലുമ്പോഴും നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഓരോ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് റിപ്പയർ എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പ്രോട്ടീൻ എന്ന ഘടകമാണ്. ഇനി അടുത്ത ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസും മിനറൽസും. ഇവയെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രം നമ്മുടെ ശരീരത്തേക്ക് വേണ്ടതാണെങ്കിലും അവയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തനങ്ങളും, ബേസൽ മെറ്റബോളിക് റേറ്റ് നിലനിർത്തുന്നതിന്, ഹൃദയത്തിന്റെ ഇടിപ്പ് നിലനിർത്തുന്നതിന്, ഡൈജഷന്റെ സമയത്ത് ഓരോ പോഷകങ്ങളും സെല്ലിനകത്തോട്ട് കയറുന്നതിന്, അങ്ങനെ ഓരോ പ്രവർത്തനത്തിനും കൃത്യമായ അളവിലുള്ള വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പോഷകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തിൽ ഉത്തമമായിട്ടുള്ള ഒരു ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കൃത്യമായ ഗ്രോത്ത്, അതുപോലെ റിപ്പയർ, ഇതുകൂടാതെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഈ റെഗുലേറ്ററി ഫങ്ഷൻസ്, അതായത് ശരീരത്തിലെ ടെമ്പറേച്ചർ നിലനിർത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വൈറ്റമിൻസും മിനറൽസും, അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ, അതിലെ ഗ്ലോബിൻ കമ്പോണന്റ് പ്രോട്ടീനും ഹീം എന്ന് പറയുന്നത് അയണിന്റെ ഒരു കമ്പോണന്റുമാണ്. ശരീരത്തിൽ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഹീമോഗ്ലോബിൻ എന്ന ആ ഒരു കമ്പോണന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസിന് തന്നെ നമുക്ക് 2 ന്യൂട്രിയന്റുകളുടെ കോമ്പിനേഷൻ ആണ് അവിടെ വന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ശരീരത്തിൽ എന്ത് പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോഷകങ്ങളുടെ ഇന്ററാക്ഷനും അതുപോലെ തന്നെ അതിന്റെ ബാലൻസും നടക്കുമ്പോൾ മാത്രമാണ് ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ കൃത്യമായ രീതിയിൽ മികച്ചൊരു ആരോഗ്യം നമ്മൾ നിലനിർത്തണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ 5 തരത്തിലുള്ള പോഷകങ്ങളും ഉൾപ്പെടുത്തി കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ കാർബോഹൈഡ്രേറ്റുകൾ 30%, 40%-ഓളം നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ പ്ലേറ്റിനെ 2/3 ഭാഗം കാർബോഹൈഡ്രേറ്റും 1/3 ഭാഗം പ്രോട്ടീനും 1/3 ഹെൽത്തി ഫാറ്റുകളും ഉൾപ്പെടുത്തി അതോടൊപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായ അളവിൽ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും കിട്ടും. കൃത്യമായ രീതിയിൽ വെള്ളവും കൂടി കഴിക്കുമ്പോൾ നമുക്ക് ശരീരം നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോഡി നന്നായി പ്രവർത്തിക്കും, രോഗപ്രതിരോധ ശേഷി കിട്ടും, നമുക്ക് നല്ലൊരു മെന്റലിയും നല്ലൊരു വെൽബീയിങ് ഉണ്ടാവും. ഒരു നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് ഒരു ആരോഗ്യമുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം കൂടി നിലനിർത്താൻ ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് സാധിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുന്നു. അതുപോലെ ഭാവിയിൽ നമുക്ക് ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കാൻ ബാലൻസ്ഡ് ഡയറ്റിന് വലിയൊരു പങ്കുണ്ടെന്നാണ് ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ, കഴിക്കുന്ന ആഹാരത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ റൈറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദ റൈറ്റ് പ്രപ്പോർഷൻ, കൃത്യമായ അളവിൽ കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.